ഇത് മറ്റേ ചെയർ ഷേപ്പിലുള്ള, അതായത് ഒരാൾക്ക് കയറി ഇരിക്കാം ഇതിൽ, നന്നായിട്ട് കയറി ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പാകത്തിനുള്ള ഷേപ്പിലുള്ള ഫൈക്കസ് ബോൺസായി ആണ്. ഇതൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിനൊക്കെ? ചൈനീസ് സാധനങ്ങളുടെ നമുക്കെന്ന് വെച്ചാൽ എക്സാക്ട് ഏജ് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു റൂട്ട് ഡെവലപ്മെന്റ് ആണ്. ഇതൊരു ഡ്രാഗൺ ഷേപ്പ് എന്നാ പറയുന്നത്. എന്നാലും ഒരു മോർ ദാൻ 30 years വേണം ഈ ഒരു റൂട്ട് ഡെവലപ്പായി ചെയ്തെടുത്ത ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ ചെടികളൊക്കെ നിങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്? അതെ, ചൈന നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് ഡയറക്റ്റ് പോയി മാർക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പോയി മാർക്ക് ചെയ്ത് അങ്ങനെയാണ് ചൈനയിൽ നമ്മൾ ഫൈക്കസ് കൊണ്ടുവരാറ്. നമ്മൾ ഈ ചെടികളൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ കസ്റ്റംസ് ഡ്യൂട്ടി ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ എല്ലാം ഉണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ചെടികൾ കൊണ്ടുവരുന്ന ഒരുപാട് ക്വാറന്റൈൻ ഫെസിലിറ്റി അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള മറ്റ് ഇപ്പോൾ ബാക്കിയുള്ള പോട്ടറിയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രൊസീജറും കൂടുതലാണ്. ഇപ്പൊ എന്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ആൽമരം പോലെയൊക്കെ തോന്നുന്നു അതിന്റെ താഴെ നോക്കി കഴിഞ്ഞാൽ. അതിന്റെ റൂട്ട് എങ്ങനെ പോലെ ഒരു 20-25 feet ഹൈറ്റ് ഉണ്ട്. 30 feet എങ്കിലും ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്ത് കോസ്റ്റ് വരും? ഇത് വരുമ്പോൾ ഒരു 4.5 to 5 lakh റേഞ്ച്. ആലോചിച്ച് നോക്കി, ഒരു വലിയ വലിയ വീടുകളുടെയും കൺവെൻഷൻ സെന്ററുകളുടെയും റിസോർട്ടുകളിലൊക്കെ നമുക്ക് റെഡി ടു ഈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ റെഡി ടു ഫിക്സ്, അതായത് ഒരു ചെടി നട്ട് വലുതാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടേ. അപ്പോൾ അങ്ങനെ റെഡിയായിട്ട് അതേ വലിപ്പത്തിലുള്ള ചെടികൾ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഒരു ആർട്ടാണ്.